celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ന്യൂയോർക്ക് കേരള സെന്ററിന്റെ മെയിൻ ഹാളിൽ കൂടിയ സർഗവേദിയുടെ പ്രത്യേക യോഗത്തിൽ പ്രവാസി എഴുത്തുകാരിയും സർഗവേദിയുടെ ആത്മബന്ധുവുമായ മാലിനിയുടെ മൂന്നാമത്തെ ചെറുകഥാ സമാഹാരം നൈജൽ പ്രമുഖ പത്രപ്രവർത്തകൻ ശ്രീ ജോർജ് ജോസഫ് അമേരിക്കൻ മലയാളികളുടെ പ്രിയ കവി ശ്രീ സന്തോഷ് പാലായ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. മെയ് 26 ഞായറാഴ്ചയിലെ മനോഹര സായാഹ്നം ന്യൂയോർക്ക് കേരള സെന്ററിന്റെ മെയിൻ ഹാളിൽ കൂടിയ സർഗവേദിയുടെ പ്രത്യേക യോഗത്തിൽ പ്രവാസി എഴുത്തുകാരിയും സർഗവേദിയുടെ ആത്മബന്ധുവുമായ മാലിനി നിർമ്മല ജോസഫിന്റെ മൂന്നാമത്തെ ചെറുകഥാ സമാഹാരം നൈജൽ പ്രമുഖ പത്രപ്രവർത്തകൻ ശ്രീ ജോർജ് ജോസഫ് അമേരിക്കൻ മലയാളികളുടെ പ്രിയ കവി ശ്രീ സന്തോഷ് പാലായ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. 21 കഥകളടങ്ങിയ നൈജൽ എന്ന കഥാസമാഹാരത്തിലെ ഓരോ കഥകളും വേറിട്ട് നിൽക്കുന്ന ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചകളാണെന്നും മൂല്യങ്ങളുടെ അടിവേരുകൾ അറ്റുപോകുന്ന വർത്തമാന സാഹചര്യത്തിൽ ഇതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കഥകൾക്ക് പ്രസക്തിയുണ്ടെന്നും ശ്രീ ജോർജ് ജോസഫ് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. സന്തോഷ് പാല, മനോഹർ തോമസ്, PT പൗലോസ്, കോരസൺ വർഗീസ്, സാംസി കൊടുമൺ, രാജു തോമസ്, ജോസ് കാടാപ്പുറം, ഉമാ സജി, പ്രൊഫസർ തെരേസ ആന്റണി എന്നിവർ കഥകളെപ്പറ്റി വിലയിരുത്തലുകൾ നടത്തി കഥാകാരിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചു. ജെ മാത്യൂസ്, അലക്സ് എസ്തഫാൻ, റോയ് ആന്റണി എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. തുടർന്ന് സാന്നിധ്യം കൊണ്ട് സദസ്സിനെ ധന്യമാക്കിയ എല്ലാ സഹൃദയരോടും മാലിനി മറുപടി പ്രസംഗത്തിൽ നന്ദി പറഞ്ഞു. സ്നേഹവിരുന്നോടെ ഒരു സർഗസായാഹ്നത്തിന് തിരശ്ശീല വീണു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.